ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ നിഹാൽ സുധീഷ് നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് കരീം ബെനാരിഫാണ്. അതിന് പിന്നാലെ അദ്ദേഹത്തിന് പരിക്കേറ്റു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പകരമായി കൊണ്ട് വിപിൻ വന്നു. വിപിൻ ഗോളടിക്കുകയും ചെയ്തു. ഏതായാലും കരീം ബെനാരിഫിൻ്റെ പരിക്ക് എങ്ങനെയുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആഷ്ലി വെസ്റ്റ്വുഡ് പ്രസ് കോൺഫറൻസിൽ നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് പേശീവലിവാണ്. കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ആഴം വ്യക്തമാകുകയുള്ളൂ എന്നാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ പരിക്കുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആഷ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് പേശീവലിവാണ്, അവിടെ ചെറിയ ഒരു തകരാർ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് ഒരു റിസ്ക് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ കളിക്കാർക്ക് വിശ്രമം നൽകാൻ മാത്രമുള്ള സമയം ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 3 കളികൾ മാത്രമാണ് ബാക്കിയുള്ളത്. 5 ദിവസത്തിനുള്ളിൽ അടുത്ത മത്സരം നടക്കും. അതിനുശേഷം ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം ലഭിക്കും. എന്നാൽ 60 മണിക്കൂറിനുള്ളിൽ 2 മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വിശ്രമിക്കാൻ ആവശ്യമായ സമയം ലഭിക്കുമെന്ന് എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പരിക്കുകൾ ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്വാഡൊന്നും ഞങ്ങളുടേതല്ല. കളിക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏറെ നിരാശരാണ്. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് കരീം ബെനാരിഫ് വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല തിരക്കേറിയ ഷെഡ്യൂളുകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നിരന്തരം തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് പരിക്കേൽക്കുന്നതിൽ അത്ഭുതമില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.